അപ്പോൾ ഈ സംഭാഷണം നിങ്ങൾ കേട്ട് കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ അതിനുശേഷം അവർ അന്നത്തെ ദിവസം ഞാൻ വിളിച്ചു. അതായത് ഇവർ പുറത്ത് പറയുന്ന ദിവസവും പിന്നുള്ളതെല്ലാം കാഷ്വൽ സംഭാഷണങ്ങളാണ്. അത് രണ്ടുപേര് തമ്മിലുള്ള കാഷ്വൽ സംഭാഷണങ്ങൾ. അതിനകത്ത് ഏതെങ്കിലും ഒരു മോശപ്പെട്ട കാര്യമൊന്നുമില്ല, അത് പുറത്ത് പറയേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ ദിവസമാണ് ഇവരാരോപണം ഉന്നയിക്കുന്നതിന് മുൻപ് ഇവരങ്ങനെ എന്നോടിത് പറഞ്ഞിട്ട് നിൽക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അന്നേരമാണ് മറ്റൊരു അലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ മാധ്യമങ്ങളെ കാണാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ അവർക്ക് 2 തവണ അവരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് വോണ ടോക്ക് ടു യു എന്ന് പറയുന്നു. അപ്പോൾ ആ സംഭാഷണമുണ്ട്. അതിനുശേഷം ഞാൻ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനിത് ഇതിനെപ്പറ്റി പറയട്ടെ. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കുമല്ലോ. അപ്പോൾ ഞാനിത് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവരോട്. ഇത് സംഭാഷണമാണല്ലോ. യു വിൽ സ്റ്റാൻഡ് വിത്ത് മീ ഫോർ ജസ്റ്റിസ് ഇൻ ദിസ് ഇഷ്യൂ നോ എന്നുള്ളതാണ് എന്ന് ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഞാൻ പറയുന്ന സംഭാഷണം. ഒരു കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്, ഇപ്പോൾ അവർ പിന്നീട് പറഞ്ഞത് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്നാണ്. ഈ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആണെന്ന് അങ്ങോട്ട് ആ റിപ്പോർട്ടറാണ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങളത് കേട്ടു. അങ്ങനെ ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അവരെങ്കിൽ, അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ അവരിപ്പോഴും പുറത്ത് പറയില്ലായിരുന്നു. പോട്ടെ, അത് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പറയാമെന്ന് വിചാരിക്കാം. പക്ഷേ ആ റിപ്പോർട്ടർ വിളിക്കുമ്പം അത് അവരെന്നെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. ആ റിപ്പോർട്ടർ വിളിക്കുന്ന കാര്യം എന്നെ അറിയിച്ചു എന്നുള്ളത് വരെ ഇരിക്കട്ടെ. ആ റെക്കോർഡിങ് അവർ തന്നെ എനിക്ക് അയച്ചു തരുമോ? നിങ്ങളുടെ ഒരു യുക്തിയിൽ ഇപ്പം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണകൾക്കിടയിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പം ഞാൻ വലിയ ഒഫൻഡറായിട്ടാണല്ലോ ഇപ്പം മാധ്യമങ്ങൾ ചിത്രീകരിക്കപ്പെടുന്നത്. അക്കാലത്ത് ഇനി നിങ്ങളുടെ വാദം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് പോലും നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനം കൊടുക്കുന്നൊരു അവസ്ഥയുണ്ടല്ലോ, അയാളെ കൂടി കേൾക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പം ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് എൻ്റെ തകർച്ചയായിരിക്കണമല്ലോ ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹിക്കുന്ന ആൾ എന്തിനായിരിക്കും അന്ന് രാത്രിയിൽ ഇതിൻ്റെ ഒരു പരിസരവും ഇല്ലാത്തൊരു സമയത്ത് എന്നെ ഇങ്ങോട്ട് വിളിച്ച് ഈ വിവരം പറഞ്ഞത്? എന്തിനായിരിക്കും എനിക്ക് അവർ ഈ കോൾ റെക്കോർഡിങ് അയച്ചു തന്നത്? ഇനിയും അതും ഇപ്പോൾ പരിശീലിപ്പിക്കുന്ന പോലെ അവർക്ക് ആർക്ക് വേണമെങ്കിലും പരിശീലിപ്പിക്കാം. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ കൂടുതലായിട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ ഏതെങ്കിലും തരത്തിൽ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞാൻ അവരെൻ്റെ സുഹൃത്താണ്. ഇപ്പോൾ നിങ്ങളിൽ പലരും എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങളിൽ പലരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി നിങ്ങളുടേതായ ജോലികൾ ചെയ്യുമ്പോൾ എനിക്ക് അതിൻ്റെ പേരിൽ നിങ്ങളെ തള്ളി പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങളിപ്പോൾ എനിക്കെതിരായി വാർത്ത കൊടുക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾക്കെതിരായിട്ട് ഞാൻ പറയേണ്ടുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അവർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഞാൻ തള്ളി പറയാനൊന്നും ഈ നിമിഷം നിൽക്കുന്നില്ല. പക്ഷേ ഈ വാർത്തകളുടെ വലിയ പേമാരിയുടെ കാലത്ത് ഇത്തരം ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇന്ന് നടന്നതല്ല, ഓഗസ്റ്റ് മാസം 1-ാം തീയതി നടന്നതാണ്. അതുകൂടി എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് തീരുമാനിച്ചത്. ഇനിയും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ജനങ്ങളോട് പറയാനായിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ട് എനിക്ക് ജനങ്ങളോട് പറയാനായിട്ടുണ്ട്. അത് നിങ്ങൾ സ്വാഭാവികമായിട്ടും വാർത്തകളൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാഗം കൂടി, അത് ഈ രാജ്യത്തെ ഏതൊരു പൗരനുമുള്ള അടിസ്ഥാനപരമായ അവകാശമാണ്, അയാളുടെ ഭാഗം കൂടി കേൾക്കുക എന്നുള്ളത്. ആ കേൾക്കാനുള്ള മനസ്സ് നിങ്ങൾ തുടർന്നും കാണിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾക്കും ബാക്കിയുള്ള ദിവസങ്ങൾ തന്നെ മറുപടി പറയാം.